അസ്സലാമലൈക്കും. വലൈക്കും സലാം. എനിക്ക് പള്ള ഇങ്ങനെ വേദന ഉണ്ട്. പള്ള നല്ല വേദന. നിങ്ങൾക്ക് എന്താ ജോലി? എന്താ ജോലി? എനിക്ക് കല്ലുമ്മൽ. ഒരു 10 മിനിറ്റ് ഇവിടെ നിൽക്കേ. ആകെ കുറച്ച് ആൾക്കാർ, നല്ല ആൾക്കാരുള്ളൂ. അവിടെ അവരെ രോഗികളുണ്ട്. ഞാൻ പറഞ്ഞ എന്തേ? ശ്വാസം മുട്ടല്ല. ശ്വാസം മുട്ടലാണല്ലേ? എത്ര മുട്ടം? ഒരുപാട് സ്ഥലത്ത് പോയി. അപ്പൊ ഇവിടെ ഡോക്ടർ, നല്ല ഡോക്ടർ വന്നാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കാണിക്കായിട്ട് വന്നാണല്ലേ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞാൻ എനിക്ക് ഈ വയറുവേദന, ഊരവേദന, കൈകാല് തടസ്സമൊക്കെ നല്ലോണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. എന്താ പരിപാടി? എന്താ പരിപാടി എന്ന് വെച്ചെങ്കിൽ പോത്തും കുട്ടികളുണ്ട്, ആടും കുട്ടികളുണ്ട്, എരുമ ഉണ്ട്. അറ്റങ്ങളൊക്കെ 2 നേരം കറക്കണം. രാവിലെയും കറക്കണം, വൈകുന്നേരം കറക്കണം. വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 60 ചൂടാ. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. പറഞ്ഞു മനസ്സിലായില്ലേ? അതായത് രാവിലെ 2 ഇഡ്ഡലി, ഉച്ചക്ക് കുറച്ച് കുത്തരിന്റെ ചോറ്, വൈകുന്നേരം 2 ചപ്പാത്തി. അതിൽ കൂടുതൽ നിങ്ങൾ കഴിക്കരുത് കേട്ടാ. ശരി എന്നാല് കേട്ടാ. എന്നാല് ശരി എന്നാല് ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എനിക്ക് എത്ര പൈസ ഞാൻ തരണം? കാരോട്ടി കച്ചറാൻ കേട്ടോ. കൈകാൻ തരാം. അന്ന് വെച്ചാൽ അല്ല. അപ്പൊ ഞാന് ഡോക്ടർ ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ, രാവിലെ 2 ഇഡ്ഡലി, ഉച്ചക്ക് ചോറ്, രാത്രി ചപ്പാത്തി. അതിപ്പോ ഭക്ഷണത്തിന് മുന്നേ പിന്നെ എന്തായാലും എനിക്കൊരു പുറത്തും കിട്ടുന്നില്ല. നമ്മൾ ഡോക്ടറെ ഒന്ന് പോയത് ചീരൊക്കെ ഒന്നായിട്ട് തൂമ്പ് പോയിക്കണു. ചേള് തിന്നാണ്. ആരോ വരുന്നുണ്ട്. ആള്. അസ്സലാമലൈക്കും. ഞാനേ നിങ്ങളെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങളിങ്ങനെ പാടത്തേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നാണ്. അന്ന് ഞാൻ വന്നത് എനിക്കൊരു ഡൗട്ട്, സംശയം. അതായത് അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത് 2 ഇഡ്ഡലി രാവിലെ, പിന്നെ കുത്തരി ചോറ് ഉച്ചക്ക്, പിന്നെ നിങ്ങൾ പറഞ്ഞ രാത്രി ചപ്പാത്തി പറഞ്ഞത്. അത് ഭക്ഷണത്തിന് മുന്നേ പിന്നെ നിങ്ങൾക്കിപ്പോ രോഗം മാറാൻ വേണ്ടി അതല്ല ഭക്ഷണം ക്രമീകരിക്കാൻ വേണ്ടിയത്. എന്താ സാർ എങ്ങനെ പറയുന്നത്? നിങ്ങളിപ്പോ എന്താ വേണ്ടത് അറിയോ? ഇപ്പൊ കഴിക്കണത് നേരെ പൗതിയാക്കിട്ട് അപ്പൊ ഒരു ഇഡ്ഡലിയാക്കാം. അങ്ങനെ ചെയ്താൽ മതി. ഭക്ഷണം നിയന്ത്രിച്ചോളൂ. നോമ്പൊക്കെയാണ്. ഭക്ഷണം നിയന്ത്രിക്കാനാണ് ഞാൻ മൂപ്പർക്ക് ചികിത്സ കൊടുത്തത്. അപ്പൊ അത് ഭക്ഷണത്തിന് മുൻപാണോ ശേഷമാണോ എന്നാ ചോദിക്കണത്. ഇതൊക്കെ എവിടുന്ന് റെഡി ആവണം റബ്ബേ?